Hi guys, welcome back to the channel Smart Study with Taswin. Please do like, subscribe and share my channel. In this video, we are doing Gandhi Quiz Part 2. Question number 31. ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹ സമരം നടത്തിയത് എന്തിനെതിരെയായിരുന്നു? ഏഷ്യാറ്റിക് രജിസ്ട്രേഷൻ ആക്ടിനെതിരെ. ക്വസ്റ്റ് നമ്പർ 32. ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽവാസം ഏത് വർഷമാണ്? 1908. ക്വസ്റ്റ് നമ്പർ 33. ഗാന്ധിജിയെ ആദ്യമായി ജയിലിൽ അടച്ചത് എവിടെ വെച്ചാണ്? ജോഹന്നാസ്ബർഗ്. ക്വസ്റ്റ് നമ്പർ 34. ഗാന്ധിജി ആദ്യമായി പുറത്തിറക്കിയ പുസ്തകം ഹിന്ദു സ്വരാജ്. ക്വസ്റ്റ് നമ്പർ 35. ഏത് വർഷമാണ് ഹിന്ദു സ്വരാജ് പുറത്തിറങ്ങിയത്? 1909. ക്വസ്റ്റ് നമ്പർ 36. ഏത് ഭാഷയിലാണ് ഹിന്ദു സ്വരാജ് പുറത്തിറങ്ങിയത്? ഗുജറാത്തി. ക്വസ്റ്റ് നമ്പർ 37. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 1915 ജനുവരി 9. ക്വസ്റ്റ് നമ്പർ 38. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എവിടെ? ബോംബെ. ക്വസ്റ്റ് നമ്പർ 39. എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സേവനം ചെയ്തത്? 21 വർഷം. ക്വസ്റ്റ് നമ്പർ 40. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ തീയതി എന്തായാണ് ഭാരത സർക്കാർ ആചരിക്കുന്നത്? പ്രവാസി ഭാരതീയ ദിവസ്. ക്വസ്റ്റ് നമ്പർ 41. ഏത് വർഷം മുതലാണ് പ്രവാസി ഭാരതീയ ദിവസ് ആചരിക്കാൻ തുടങ്ങിയത്? 2003 മുതൽ. ക്വസ്റ്റ് നമ്പർ 42. ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെ. ക്വസ്റ്റ് നമ്പർ 43. ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വർഷം രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചതാരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ക്വസ്റ്റ് നമ്പർ 44. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ക്വസ്റ്റ് നമ്പർ 45. ഗാന്ധിജി സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? അഹമ്മദാബാദിലെ കൊച്ചുറാബിൽ. ക്വസ്റ്റ് നമ്പർ 46. ഗാന്ധിജി സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1915. ക്വസ്റ്റ് നമ്പർ 47. അഹമ്മദാബാദിലെ കൊച്ചുറാബിൽ സ്ഥാപിച്ച സത്യാഗ്രഹ ആശ്രമം പിന്നീട് എങ്ങോട്ടാണ് മാറ്റിയത്? സബർമതിയിലേക്ക് സബർമതി ആശ്രമം എന്ന പേര് മാറ്റി. ക്വസ്റ്റ് നമ്പർ 48. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഏതാണ്? ബനാറസ് ഹിന്ദു കലാശാലയുടെ ഉദ്ഘാടന ചടങ്ങ്. ക്വസ്റ്റ് നമ്പർ 49. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്ന വർഷം? 1916 ഫെബ്രുവരി. ക്വസ്റ്റ് നമ്പർ 50. നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ. ക്വസ്റ്റ് നമ്പർ 51. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം? 1917 ഏപ്രിൽ 15. ക്വസ്റ്റ് നമ്പർ 52. ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാർ. ക്വസ്റ്റ് നമ്പർ 53. ഗാന്ധിജി ആദ്യമായി നിരാഹാര സമരം നടത്തിയത് എവിടെ? അഹമ്മദാബാദിൽ. ക്വസ്റ്റ് നമ്പർ 54. ഖേദ സത്യാഗ്രഹം നടന്ന വർഷം? 1918. അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം? 1918. ക്വസ്റ്റ് നമ്പർ 55. ഏത് ആക്ടിനെതിരെയാണ് രാജ്യവ്യാപകമായി സത്യാഗ്രഹം നടന്നത്? റൗലറ്റ് ആക്ട്. ക്വസ്റ്റ് നമ്പർ 56. 1919 ഗാന്ധിജി ആരംഭിച്ച പ്രമുഖ ഗുജറാത്തി പത്രം നവജീവൻ. ക്വസ്റ്റ് നമ്പർ 57. 1919 ഗാന്ധിജി ആരംഭിച്ച പ്രമുഖ ഇംഗ്ലീഷ് പത്രം യങ് ഇന്ത്യ. ക്വസ്റ്റ് നമ്പർ 58. ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി കേസർ-ഇ-ഹിന്ദ് എന്ന ബഹുമതി ബ്രിട്ടീഷ് സർക്കാരിന് തിരിച്ചു നൽകിയത്? ജാലിയൻവാല ബാഗ്. ക്വസ്റ്റ് നമ്പർ 59. ഗാന്ധിജി നിസ്സഹകരണ സമരം തുടങ്ങിയ വർഷം? 1920. ക്വസ്റ്റ് നമ്പർ 60. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം? 1920. ക്വസ്റ്റ് നമ്പർ 61. ദേശസ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഭാഗമായി ഗാന്ധിജി 1921 മുതൽ ധരിക്കാൻ ആരംഭിച്ച വസ്ത്രം? ഖാദി. ക്വസ്റ്റ് നമ്പർ 62. ഏത് സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത്? ചൗരി ചൗര. ക്വസ്റ്റ് നമ്പർ 63. ചൗരി ചൗര സംഭവം നടന്ന വർഷം? 1922. ക്വസ്റ്റ് നമ്പർ 64. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് എവിടെ? നവജീവൻ മാസികയിൽ.
ക്വസ്റ്റ്യൻ നമ്പർ 65 ഏത് ലോകോത്തര മാസികയാണ് ഗാന്ധിജിയെ 1930 മാൻ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത്? ടൈം മാസിക. ക്വസ്റ്റ്യൻ നമ്പർ 66 1930 ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 67 ദണ്ഡി യാത്ര എത്ര ദൂരമാണ് ഗാന്ധിജിയും അനുയായികളും നടത്തിയത്? 385 കിലോമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 68 എത്ര പേരാണ് ഗാന്ധിജിയെ ദണ്ഡി യാത്രയിൽ അനുഗമിച്ചത്? 78. എത്ര പേരാണ്? ക്വസ്റ്റ്യൻ നമ്പർ 69 ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്നാണ്? 1930 മാർച്ച് 12. ക്വസ്റ്റ്യൻ നമ്പർ 70 ദണ്ഡി മാർച്ച് കടപ്പുറത്ത് എത്തിയത് എന്ന്? 1930 ഏപ്രിൽ 5. ക്വസ്റ്റ്യൻ നമ്പർ 71 ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് നിയമം ഗാന്ധിജി ലംഘിച്ചത് ഏത് ദിവസം? 1930 ഏപ്രിൽ 6.